പല ഇമേജുകളും ഫോട്ടോകളും ജനറേറ്റ് ചെയ്യുന്നതിന്, പോസ്റ്ററുകൾ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ പ്രോംപ്റ്റ് അന്വേഷിച്ച് പോകുന്നവരെ കണ്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് പല ഇൻസ്റ്റാ വീഡിയോയിലും താഴെ പോയി കമന്റ് ചെയ്യുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ സ്വന്തമായിട്ട് ഫുൾ ഒരു പ്രോംപ്റ്റ് എഴുതാൻ പലപ്പോഴും ബുദ്ധിമുട്ടുന്നുണ്ടോ നിങ്ങൾ? എന്നാൽ ഇന്ന് നമ്മുടെ വിഷയം ഇമേജ് പ്രോംപ്റ്റിംഗ് ആണ്. സോ അതിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ഒരു ഇമേജ് പ്രോംപ്റ്റിൽ എന്തെല്ലാം വേണമെന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന പോലെ നമുക്കൊരു 3 ഇമേജുകൾ ജനറേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കാം. ഒന്നാമത് നിങ്ങൾ കാണുന്നത് ഒരു ക്യാറ്റ് ആണ്, രണ്ടാമത് ഒരു കാസിലാണ്, മൂന്നാമത് ഒരു ആസ്ട്രോണറ്റ് ആണ്. ക്യാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂച്ചയുടെ ഇമേജ് ജനറേറ്റ് ചെയ്ത് വരും. പക്ഷേ രണ്ടാമത് ഞാൻ ഒരു ക്യാറ്റ് എന്ന് പറയുമ്പോൾ മറ്റൊരു പൂച്ചയുടെ ഇമേജ് ആയിരിക്കും. അതുപോലെ തന്നെ അടുത്തത് നമ്മൾ കാണുന്ന ഒരു കാസിലാണ്. ഇത് ഒരു ഓയിൽ പെയിന്റ് രൂപത്തിലാണ്. അപ്പോൾ ഇത് ഒരു കാസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതായിരിക്കില്ല കിട്ടുക, പലപ്പോഴും പലതായിരിക്കും നമുക്ക് കിട്ടുക. അതേ രൂപത്തിൽ തന്നെയാണ് മൂന്നാമത് കാണുന്ന ആസ്ട്രോണറ്റിന്റെ ഫോട്ടോ. അപ്പോൾ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഇമേജ് നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ ആ പ്രോംപ്റ്റിൽ വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് അത് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഹാലൂസിനേഷൻ കുറയും. മോഡലിന് അത് സ്വന്തമായിട്ട് പല കാര്യങ്ങൾ അസ്യൂം ചെയ്ത് ചെയ്യേണ്ട ആവശ്യം കുറയും. അപ്പോൾ നമ്മൾ നല്ലൊരു പ്രോംപ്റ്റ് എഴുതുമ്പോൾ ബേസിക് ആയിട്ട് ഒരു പ്രോംപ്റ്റിൽ വരേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയുന്നത്. ബേസിക്കലി പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഗിഗോ പ്രിൻസിപ്പിൾ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. ഗിഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. നമ്മൾ ഗാർബേജ് ആണ് അങ്ങോട്ട് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതും ഗാർബേജ് ആയിരിക്കും. സോ വളരെ ഭംഗിയായിട്ട് എഫിഷ്യന്റ് ആയിട്ട് ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്യാം. അപ്പൊ ആ പ്രോംപ്റ്റിൽ വേണ്ട ഒന്നാമത്തെ കാര്യമാണ് സബ്ജക്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ക്യാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പലപ്പോഴും സബ്ജക്ട് മാത്രമാണ് പലരുടെയും പ്രോംപ്റ്റിൽ ഉണ്ടാവുക. അപ്പൊ അവർക്ക് പല കാര്യങ്ങളാണ് കിട്ടുക. സബ്ജക്ട് അഥവാ കോണ്ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് സ്റ്റൈലില് ഈ ഇമേജ് ഏത് സ്റ്റൈലായിരിക്കണം എന്നുള്ള. അവിടെ ഓയിൽ പെയിന്റിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ 3D റെൻഡറിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫോട്ടോ റിയലിസ്റ്റിക് എന്ന് പറയാം. ഇങ്ങനെ പല ഓപ്ഷൻസ് അവിടെ ആ സ്റ്റൈലിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ സബ്ജക്ട് ഓർ കോണ്ടെക്സ്റ്റ് ആയി, രണ്ടാമത് സ്റ്റൈലായി, മൂന്നാമത് ലൈറ്റിംഗ് ആണ്. ലൈറ്റിംഗ് ഏത് രൂപത്തിൽ വരണം എന്നുള്ളതാണ്. അപ്പൊ ലൈറ്റിംഗ് ഒന്നുകിൽ എനിക്ക് അത് ഗോൾഡൻ ഹവർ എന്ന് പറയാം, അല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് എന്ന് പറയാം, അതും അല്ലെങ്കിൽ നിയോൺ ഗ്ലോ എന്ന് പറയാം. ഇങ്ങനെ വ്യത്യസ്തമായ ലൈറ്റിംഗ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കും. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. നിങ്ങൾ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ ഏത് ഇമേജ്, ഏത് ലൈറ്റിംഗ്, ഏത് രൂപത്തിലുള്ള ലൈറ്റിംഗ് ആണ് ആ ഫോട്ടോയിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. നാലാമത്തത് കോമ്പോസിഷൻ ആണ്. ഈ കോമ്പോസിഷനിൽ ഏരിയൽ വ്യൂ, സിമ്മട്രിക്കൽ, ക്ലോസ് അപ്പ്, അല്ലെങ്കിൽ വൈഡ് ആംഗിൾ, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അതുപോലെ തന്നെ അത് പോർട്രേറ്റ് ആയിട്ട് വേണോ, അത് ലാൻഡ്സ്കേപ്പ് ആയിട്ട് വേണോ, വൈഡ് ആംഗിൾ വേണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നതിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്തത് മൂഡ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് ഫീലിംഗ് ആണ് ഈ ഇമേജ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് മൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിസ്റ്റീരിയസ് ആവാം, ഹാപ്പി ആവാം, പീസ്ഫുൾ ആവാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മൂഡ് എന്നുള്ളതിൽ പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മോഡലിന് പിന്നീട് അവിടെ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല, അസ്യൂം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ എത്ര തവണ ഈ പ്രോംപ്റ്റ് ഉപയോഗിച്ചാലും ഇതൊക്കെ അത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇത് വളരെ ബേസിക് ആയിട്ട് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ഒരു ഇമേജ് പ്രോംപ്റ്റിൽ. ഇനി ഞാൻ ആദ്യം കാണിച്ച ക്യാറ്റ് എന്നുള്ള ഇമേജിലേക്ക് നോക്കാം. സോ അവിടെ ഞാൻ അവിടുത്തെ സബ്ജക്റ്റ് ക്യാറ്റ് എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. വേണമെങ്കിൽ സിറ്റിംഗ് എന്നൊക്കെ കൊടുക്കാം. ഇപ്പൊ ഞാൻ ക്യാറ്റ്, ഫോട്ടോ റിയലിസ്റ്റിക്, ഗോൾഡൻ ഹവർ, ക്ലോസ് അപ്പ് പോർട്രേറ്റ്, പീസ്ഫുൾ റിയലിസ്റ്റിക് പെറ്റ് ഫോട്ടോഗ്രാഫി ഫീൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ ഫീലിംഗ്സ് കറക്റ്റ് ആയി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോ റിയലിസ്റ്റിക് ആണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, സ്റ്റൈലായി, ലൈറ്റിംഗ് ആയി, അവിടുത്തെ മൂഡായി, സബ്ജക്റ്റായി എല്ലാം ഇതുപോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എഫക്റ്റീവ്ലി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതാണ് ഒരു ഇമേജിന് വേണ്ടിയുള്ള ബേസിക് പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത്, ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഇതുപോലെ രണ്ടാമത് ഇമേജ് നിങ്ങൾക്ക് നോക്കാം. ഇവിടെ ഒരു കാസിലാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അത് ഓയിൽ പെയിന്റിംഗ് ആണ്. കാസിൽ ഓയിൽ പെയിന്റിംഗ്, ഡ്രാമാറ്റിക് ഷാഡോസ്, വൈഡ് ലാൻഡ്സ്കേപ്പ്, മിസ്റ്റീരിയസ് ഡാർക്ക് ഫാന്റസി അറ്റ്മോസ്ഫിയർ. ഞാൻ പലതവണ ചെയ്യുമ്പോഴും എനിക്ക് ഏകദേശം ഇതുപോലത്തെ ഔട്ട്പുട്ട് തന്നെ അവിടെ ജനറേറ്റ് ചെയ്ത് വരും. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. മൂന്നാമത്തതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ആസ്ട്രോണറ്റ് ആണ്. വളരെ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലുണ്ട്. ഇതിൻ്റെ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിയോൺ ഗ്ലോ ആണ്, ലൈറ്റിംഗ് നിയോൺ ഗ്ലോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻ ആസ്ട്രോണറ്റ്, 3D റെൻഡർ, നിയോൺ ഗ്ലോ, സിമ്മട്രിക്കൽ, എനർജറ്റിക്, സൈഫി, പോസ്റ്റർ സ്റ്റൈൽ. ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും വന്നു കഴിഞ്ഞു. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ അടുത്തത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നെഗറ്റീവ് പ്രോംപ്റ്റിംഗ് എന്നുള്ള ഒരു പാർട്ടിലേക്കാണ്. ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും അതിലേക്ക് കയറി വരാം. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊന്നും വരരുത് കേട്ടോ, ഇങ്ങനെയൊന്നും ആ ഇമേജിൽ ഉണ്ടാവരുത് കേട്ടോ എന്ന് നമ്മൾ മോഡലിന് പറഞ്ഞു കൊടുക്കുന്നതിനാണ് നെഗറ്റീവ് മോഡൽ എന്ന് പറയുന്നത്. നെഗറ്റീവ് പ്രോംപ്റ്റിംഗ് കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്നത് അതിന്റെ ക്വാളിറ്റി 4K ക്വാളിറ്റി വേണം എന്നുള്ളത് അതൊരു ഓപ്ഷനിലാണ്. അതും കൂടെ വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇമേജ് പ്രോംപ്റ്റിംഗ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഇത് നല്ല രീതിയിൽ
പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ ഇതിൽ എക്സ്പേർട്ടായി മാറിക്കൊണ്ടിരിക്കും. നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റികൾ ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള സബ്ജക്ട്, ലൈറ്റിംഗ്, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്ന കോണ്ടെക്സ്റ്റിൽ കൊടുക്കുന്ന വിവരങ്ങൾ, ഇതിനൊക്കെ പറ്റുന്ന കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഡോക്യുമെന്റ് ഉണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് വ്യത്യസ്തമായ പ്രോംപ്റ്റിംഗ് ട്രൈ ചെയ്യണം, വ്യത്യസ്തമായ തരത്തിലുള്ള ഇമേജ് പ്രോംപ്റ്റുകൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വെബ്സൈറ്റ് കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ടൂളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രീതിയിൽ, ഇതൊരു റെപ്പോസിറ്ററിയാണ്, വിവിധ പ്രോംപ്റ്റുകളുടെ റെപ്പോസിറ്ററിയാണ്. അപ്പോൾ ഇവിടെ കൃത്യമായ പ്രോംപ്റ്റിംഗ് റൂൾ അനുസരിച്ച് ക്രിയേറ്റ് ചെയ്ത പ്രോംപ്റ്റിംഗിന്റെ മെത്തേഡുകൾ അനുസരിച്ച്, സോ ഇവിടെ നിങ്ങൾ കൃത്യമായ വിവിധ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് മെത്തേഡുകൾ അനുസരിച്ച് ക്രിയേറ്റ് ചെയ്ത പ്രോംപ്റ്റുകൾ കാണാം. ഇമേജുകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല കേട്ടോ, ഇതിന്റെ അകത്ത് വെബ്സൈറ്റുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോംപ്റ്റുകൾ നിങ്ങൾക്ക് കാണാം. അതുപോലെ മാർക്കറ്റിംഗിൽ ഉപയോഗിക്കുന്ന പ്രോംപ്റ്റുകൾ, വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോംപ്റ്റുകൾ ഇവിടെ ഈ ഒരു ടൂളിന്റെ അകത്ത് നിങ്ങൾക്ക് കാണാം. ഈ ടൂളിന്റെ പേര് prompts.chat എന്നുള്ള ടൂളാണ്. ഇതിന്റെ അകത്ത് കയറിയിട്ട് നിങ്ങൾ ഇമേജ് പ്രോംപ്റ്റ് എന്നുള്ളത് എടുക്കുക. ബ്രൗസ് പ്രോംപ്റ്റ് എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോംപ്റ്റ്സ് എന്നുള്ളത് കാണാം. പ്രോംപ്റ്റ്സ് എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ വീഡിയോ ജനറേഷന് വേണ്ടിയിട്ട്, ഇമേജ് ജനറേഷന് വേണ്ടിയിട്ട്, മാർക്കറ്റിംഗിന്, വെബ് ഡെവലപ്മെന്റിന്, ഓട്ടോമേഷനൊക്കെ നിങ്ങൾക്ക് കാണാം. സോ ഇതിൻ്റെ അകത്ത് വിവിധ ഇമേജുകൾ കാണാം, അതെങ്ങനെ ജനറേറ്റ് ചെയ്തു എന്നുള്ള പ്രോംപ്റ്റുകൾ കാണാം. സോ ആ പ്രോംപ്റ്റുകൾ എടുത്ത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മാറ്റി നോക്കാം. അപ്പോൾ അവിടെ കാണാം 3D റെൻഡറിങ്, ഈ പറയുന്ന വേർഡുകൾ ഉപയോഗിച്ച്, ഈ പറയുന്ന മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് പ്രോംപ്റ്റുകളെല്ലാം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ അതെടുത്ത് കോപ്പി ചെയ്യാനല്ല നിങ്ങളോട് പറയുന്നത്, അതെടുത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അവിടെ നിങ്ങളുടേതായ മാറ്റങ്ങൾ എങ്ങനെ വരുത്താം, ആ ഒരു ലോജിക്ക് നിങ്ങളുടെ ബ്രെയിനിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കും, നിങ്ങൾ ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രോംപ്റ്റിലൂടെ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ക്യാപ്പബിൾ ആയി മാറും എന്നുള്ളത്. ഇനി നിങ്ങൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് ബേസിക് ആയിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾ എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തതായിട്ട് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് പ്രോംപ്റ്റിംഗും കൂടെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. 2 പ്രധാനപ്പെട്ട സ്റ്റൈലുകളാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. ഒന്ന് ജെയ്സൺ പ്രോംപ്റ്റിംഗ് ആണ്, മറ്റൊന്ന് മാർക്ക് ഡൗൺ പ്രോംപ്റ്റിംഗ് ആണ്. ഇമേജിന് ഏറ്റവും നല്ല റിസൾട്ട് തരുന്നതിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ജെയ്സൺ പ്രോംപ്റ്റിംഗ് സ്റ്റൈൽ ആണെന്നുള്ളതാണ്. എന്തൊക്കെയാണ് ജെയ്സൺ പ്രോംപ്റ്റിംഗ് ഉപയോഗിക്കുന്നുള്ള ബെനിഫിറ്റ്സ്? നമ്മൾ ഒരുപാട് കഥ പോലെ എഴുതി ഉണ്ടാക്കുകയാണ് പ്രോംപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തന്നെ വായിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ അതിൽ കൺഫ്യൂഷൻസ് തോന്നാം. സോ എയിലേക്ക് വരുമ്പോൾ അവിടെ പല കാര്യങ്ങളും ഡിസ്കാർഡ് ചെയ്ത് ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് വളരെ നീണ്ടു പോയാൽ പലതും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതായാലും കുറേ ഭാഗങ്ങൾ ഒഴിവാക്കി പല ഭാഗങ്ങൾ എടുത്ത് ആയിരിക്കും നമുക്ക് ആ ഇമേജ് ജനറേറ്റ് ചെയ്ത് തരാം. എന്നാൽ ഇവിടെ നമ്മൾ ജെയ്സൺ പ്രോംപ്റ്റിംഗ് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു സ്ട്രക്ചേർഡ് മെത്തേഡാണ്. അവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എടുത്ത് അതിൽ നിന്ന് ഡിസ്കാർഡ് ചെയ്ത് ഒഴിവാക്കാനുള്ള സാധ്യത കുറവാണ്. രണ്ടാമത് നമുക്ക് ഒരുപാട് എഴുതണ്ട. ഞാൻ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇമേജ് പ്രോംപ്റ്റിനെ കുറിച്ചിട്ടല്ല, കുറച്ച് മിസ്ലേനിയസ് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ എഴുതുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് എഴുതുന്നതിനെ കുറിച്ചിട്ടാണ്. അവിടെ നമ്മൾ കഥ പോലെ എഴുതുന്നത് കുറച്ചുകൂടി ചുരുക്കി നമുക്ക് തന്നെ എഴുതാൻ വേണ്ടി സാധിക്കും. എഐക്ക് അത് മനസ്സിലാകാൻ സാധിക്കും. അവിടെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് ഒഴിവാകുന്ന ഒരു പരിധി നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ജെയ്സൺ പ്രോംപ്റ്റിംഗ് വളരെ യൂസ്ഫുൾ ആണ്. കൂടുതലും നമ്മൾ ഓട്ടോമേഷനിലേക്ക് നമ്മളൊരു പോസ്റ്റ് ജനറേഷനിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രോംപ്റ്റ് ആണ് എഴുതുന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ജെയ്സൺ പ്രോംപ്റ്റിംഗ് ആണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. സോ ബേസിക് ആയിട്ട് നിങ്ങൾ പ്രോംപ്റ്റ് എഴുതി ഇമേജ് പ്രോംപ്റ്റിംഗ് റെഡി ആയി കഴിഞ്ഞാൽ സെയിം പ്രോംപ്റ്റിനെ നിങ്ങൾക്ക് ജെയ്സൺ മെത്തേഡിൽ കൂടെ എഴുതി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതുപോലെ നിങ്ങൾ കേട്ട് മാത്രം പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോംപ്റ്റിങ്ങിലുള്ള എബിലിറ്റി കൂടാനൊന്നും പോകുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്യണം, ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിന്റെ റിസൾട്ട് കിട്ടുന്നതിലുള്ള വ്യത്യാസം മനസ്സിലാവും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എഐ കൊണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇതിൽ സ്റ്റെക്ക് ആവുകയാണ്, നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഒപ്പീനിയൻ, ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റ് ആയിട്ട് എഴുതുക. പുതിയൊരു വിഷയമായിട്ട് വീണ്ടും വരാം. സദീദ് അമീൻ. താങ്ക് യു.